ഗുഡ് മോർണിംഗ് ടു ഓൾ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നത് കണ്ടു. അവിടെ മൂന്ന് നമ്പറിൻ്റെ അതായത് ഒരു നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തിയപ്പോൾ മൂന്ന് പ്രൈം നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് വന്നപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് ടേബിൾ വരയ്ക്കണമെന്ന് നമുക്ക് കണ്ടു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത എക്സസൈസിലോട്ട് പോകാം. അതുപോലെ നമ്മൾ ലാസ്റ്റ് ക്ലാസ് ചെയ്ത പോലത്തെ പ്രോബ്ലങ്ങൾ ഇതിനകത്തുണ്ട്. നെക്സ്റ്റ് എക്സസൈസിലെ ഫസ്റ്റ് പ്രോബ്ലം, ഫാക്ടറൈസ് ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആൻഡ് റൈറ്റ് ഓൾ ഫാക്ടേഴ്സ് ഇൻ എ ടേബിൾ. റൈറ്റ് ഓൾസോ ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ഈച്ച്. താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് കണ്ടെത്തുക. നമ്മൾ പ്രൈം നമ്പർ യൂസ് ചെയ്ത് ടേബിൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന പോലെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ 72. 72ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് 72നെ പ്രൈം നമ്പറിനെ മാത്രം പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് നമ്മൾ 72നെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്താൻ പോവുക. അപ്പോൾ അതിനുവേണ്ടി 72 ഒരു ഈവൻ നമ്പറാണ്, അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 36 കിട്ടും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ കിട്ടി നമുക്ക് 72 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് കിട്ടും. നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് നടത്തി പ്രൈം നമ്പറിനെ മാത്രം പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. ഇനി നോക്കുക, ടേബിളിലോട്ട് നോക്കുക, അല്ല പ്രോഡക്റ്റിലോട്ട് നോക്കുക. 3 2 ഉണ്ട്. അപ്പോൾ നമ്മൾ നോ 2ൽ സ്റ്റാർട്ട് ചെയ്ത് 3 2s വരെ കൊണ്ടുപോകണം. ഒരു സൈഡിൽ നോ 2 3s ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നോ 3 1 3 2 3 ഇങ്ങനെയാണ് ടേബിളിൻ്റെ ഹെഡിങ് വരിക. ഇപ്പോൾ നോ 2 എന്ന് പറഞ്ഞാൽ 1 1 2 2 2 2s എന്ന് പറഞ്ഞാൽ 4 3 2s എന്ന് പറഞ്ഞാൽ 8. നോ 3 1 1 3 3 2 3s 3 ഇൻറ്റു 3 9. ഡയറക്റ്റായിട്ട് പ്രോഡക്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. 1 ഇൻറ്റു 1 1 1 ഇൻറ്റു 2 2 1 ഇൻറ്റു 4 4 1 ഇൻറ്റു 8 8. അതുപോലെ 3 ഇൻറ്റു 1 3 3 ഇൻറ്റു 2 6 3 ഇൻറ്റു 4 12 3 ഇൻറ്റു 8 24. അഗെയിൻ 9 ഇൻറ്റു 1 9 9 ഇൻറ്റു 2 18 9 ഇൻറ്റു 4 36 9 ഇൻറ്റു 8 72. അപ്പോൾ എത്ര കിട്ടി? 1 തൊട്ട് 72 വരെയുള്ള നമ്പേഴ്സ് കിട്ടി. അത് തന്നെ എഴുതി വെച്ചു. ഫാക്ടേഴ്സ് ഓഫ് 72 ഈസ് ഈക്വൽ ടു 1 2 4 8 3 6 12 24 9 18 36 ആൻഡ് 72. അങ്ങനെ ടോട്ടൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 12 നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഫാക്ടേഴ്സിൻ്റെ എണ്ണം 12 ആണ്. ഇതാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. സെക്കൻഡ് വൺ 108. 108നെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? പ്രൈം നമ്പർ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാണ്ട് പ്രൈം നമ്പർ ഫസ്റ്റ് പ്രൈം നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആ കിട്ടുന്ന ആൻസറിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 27 കിട്ടി. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 9 കിട്ടി. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3 കിട്ടി. അഗൈൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 കിട്ടി. അതായത് ലാസ്റ്റ് 1 കിട്ടുന്നതാണ് വരെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്ത് കിട്ടി? 108 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. അതായത് 2 ടൈംസ് 2ഉം 3 ടൈംസ് 3. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ഇനി ടേബിൾ നോക്കുക. 2 തവണ ഉള്ളപ്പോൾ നോ 2 1 2 2 2s. 3 ടൈംസ് ഉള്ളപ്പോൾ നോ 3 1 3 2 3 3 3s. അപ്പോൾ എന്ത് ചെയ്തു? അതുപോലെ ഹെഡിങ് കൊടുത്തു. ഇനി ഓരോ നമ്പറും നോ 2 എന്ന് പറഞ്ഞാൽ 1 1 2 2 2 2s 4. നോ 3 1 1 3 3 2 3s 3 ഇൻറ്റു 3 9 3 3s 3 ഇൻറ്റു 3 ഇൻറ്റു 3 അതായത് 27. ഡയറക്റ്റായിട്ട് ഇപ്പോൾ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചത് 1 ഇൻറ്റു 1. അതായത് ഞാൻ ഈ പെൻസിൽ കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ ആ നമ്പേഴ്സാണ് ഹെഡിങ് ആയിട്ട് വരുന്നത്. 1 ഇൻറ്റു 1 1 1 ഇൻറ്റു 2 2 1 ഇൻറ്റു 4 4 3 ഇൻറ്റു 1 3 3 ഇൻറ്റു 2 6 3 ഇൻറ്റു 4 12 9 ഇൻറ്റു 1 9 9 ഇൻറ്റു 2 18 9 ഇൻറ്റു 4 36 27 ഇൻറ്റു 1 27 27 ഇൻറ്റു 2 54 27 ഇൻറ്റു 4 108. അതായത് 1 തൊട്ട് 108 വരെയാണ് നമ്മൾ സ്റ്റേബിളിൻ്റെ ഉള്ളിൽ. അതാണ് ഫാക്ടേഴ്സ്. 1 2 4 3 6 12 9 18 36 27 54 ആൻഡ് 108. അതായത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 12. ഓക്കെ, അഗെയിൻ 300. നെക്സ്റ്റ് ഫസ്റ്റ് 300നെ പ്രൈം നമ്പറിനെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണ്. 300നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 150 കിട്ടി. അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 75 കിട്ടി. അഗെയിൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 25 കിട്ടി. അഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കിട്ടി. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 കിട്ടി. അതായത് 1 കിട്ടുന്നുണ്ട് വരെ ഈ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയി. അപ്പോൾ എന്ത് കിട്ടി? 300 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5. 2 ടൈംസ് 2 ഉണ്ട്. 2 ടൈംസ് 5 ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് ഇവിടെ മുകളിലത്തെ ഭാഗത്ത് നോ 2 1 2 2 2s എന്നും നോക്കുക. ഇവിടെ 3 ആണ്, ഒരെണ്ണേ ഉള്ളൂ. അപ്പം ഞാനത് റൈറ്റ് സൈഡിൽ എഴുതാൻ വേണ്ടി വിട്ടു. 3 പ്രൈം നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ 2 തവണ 5 ഉണ്ട്. അപ്പം നോ 5 1 5 2 5. അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ നോ 3. അഗെയിൻ നോ 5 1 5 2 5s. അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നോ 3. അതായത് നോ 3 1 3. എന്ത് ചെയ്തു? ഇനി ഓരോ നമ്പറിൻ്റെ ഞാനിവിടെ പെൻസിൽ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ എന്താണ് ഓരോ ഹെഡിങ്ങിൻ്റെ ഈ ഓരോ റോയുടെയും ഓരോ കോളത്തിൻ്റെയൊക്കെ മുകളിലുള്ള നമ്പേഴ്സിനെ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സിനെയൊക്കെ അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന നമ്പറാണെന്ന് എഴുതി വെച്ചു. 1 2 4 1 5 25 1 5 25 നോ 3 എന്ന് പറഞ്ഞാൽ 1 1 3 3. ഇനി ഡയറക്റ്റായിട്ട് നമ്മളിങ്ങനെ 1 ഇൻറ്റു 1 ഇൻറ്റു 1 1 1 ഇൻറ്റു 2 ഇൻറ്റു 2 2 ഇൻറ്റു 1 2 1 ഇൻറ്റു 4 ഇൻറ്റു 1 4 അഗെയിൻ 5 ഇൻറ്റു 1 ഇൻറ്റു 1 5 5 ഇൻറ്റു 2 ഇൻറ്റു 2 1 10 5 ഇൻറ്റു 4 20 25 ഇൻറ്റു 1 ഇൻറ്റു 1 25 25 ഇൻറ്റു 2 50 25 ഇൻറ്റു 4 100. അഗെയിൻ 1 ഇൻറ്റു 1 ഇൻറ്റു ഇവിടെ 3 ആണ്. അപ്പോൾ 3
Again 1 into 2 into 3, 6, 1 into 2, 4 into 3, 12, 5 into 1 into 3, 15, 5 into 2 into 3, 30, 5 into 4 into 3, 60, 25 into 1 into 3, 75, 25 into 2 into 3, 150, 25 into 4 into 3, 300. എന്നിട്ട് 1 തൊട്ട് 300 വരെ ഫാക്ടേഴ്സ് എഴുതി വെച്ചു. 1, 2, 4, 5, 10, 20, 25, 50, 100, 3, 6, 12, 15, 30, 60, 75, 150 ആൻഡ് 300. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 18 നമ്പേഴ്സ് ഉണ്ട്, 18 ഫാക്ടേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് 196. ഓക്കെ, 96ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 96നെ പ്രൈം നമ്പറിനെ മാത്രം പ്രോഡക്റ്റ് എടുത്തത്. അപ്പോൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. 96നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താം. അഗൈൻ 48 കിട്ടും, അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24 കിട്ടും, അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12 കിട്ടും, അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 കിട്ടും, അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കിട്ടും, 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 കിട്ടും. അതായത് ലാസ്റ്റ് 1 കിട്ടുന്നതിന് വരെ പ്രോസസ് ചെയ്തു. അതായത് 96 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. അതായത് 5 ടൈംസ് 2 ഉണ്ട്, 1 ടൈം 3 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ടേബിൾ വരയ്ക്കുക. ഫസ്റ്റ് ടേബിൾ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് റോയും കോളവും തീരുമാനിക്കുക. 160 is equal to 2 into 2 into 2 into 2 into 2 into 5. സെയിം പ്രോസസ് ആണ്. ഇവിടെ 2ഉം 3യും വന്നപോലെ ഇവിടെ ഒരു 5 മാത്രം വന്നു. അപ്പോൾ ഇതേ ടേബിൾ തന്നെയാണ് വരുന്നത്. 3യുടെ സ്ഥാനത്ത് 5 വരുമെന്ന് മാത്രം. One 60 not 2 1 2 2 2s 3 2s 4 2s 5 2s no 5 1 5 1 2 4 8 16 32. ഇത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. 1 5 1 into 1 1 2 4 8 16 32. 5 into 1 5 10 20 40 80 160. അപ്പോൾ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 2 4 8 16 32 5 10 20 40 80 160. ഓക്കെ, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? 12. 486. ഫസ്റ്റ് എന്ത് ചെയ്യുക? പ്രൈം നമ്പറിനെ മാത്രം പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പോവാണ്. 486 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 243 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 81 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 27 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1. ഓക്കെ, 486 is equal to 2 into 3 into 3 into 3 into 3 into 3. ഓക്കെ, അപ്പം no 2 1 2 no 3 1 3 2 3 3 3 4 3 5 3s. ഇവിടെ ഒരു പ്രത്യേകത, നമ്മൾ 3 മുകളിൽ എഴുതാൻ പോവാണ്. no 3 1 3 2 3s 3 3s 4 3s 5 3s. no 2 1 2. ഓക്കെ, 1 3 9 27 81 243 1 2 മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 1 1 1 into 3 3 1 into 9 9 1 into 27 27 1 into 81 81 1 into 243 243 2 into 1 2 2 into 3 6 2 into 9 18 2 into 27 54 2 into 81 162 again 2 into 243 486. Factors 1 3 9 27 81 243 2 6 18 54 162 486.
നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? ഇവിടെയും 12 ഫാക്ടേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് വൺ 60. ഫസ്റ്റ് 60നെ പ്രൈം നമ്പറിനെ മാത്രം പ്രൊട്ടക്ട് ചെയ്തതാണ്. 60 എന്ന് പറഞ്ഞാൽ ഈവൻ ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അഗെയിൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 60 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5. ഇവിടെ 3 നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതേണ്ടതാണ്. അപ്പം നമുക്ക് നോക്കാം. നോക്കാം. 60 നോട്ട് 2 1 2 2 2s നോട്ട് 3 1 3. അതിൻ്റെ ബാലൻസ് ആയിട്ട് നോ 5, അഗെയിൻ നോ 3 1 3 1 5. ഇതാണ് ടേബിൾ വരുന്നത്. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. നമ്പേഴ്സ് അതൊക്കെയാണ് എഴുതി വെക്കാം. 1 2 4 1 3 1 3 1 5. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 1 1 1 ഇൻറ്റു 2 2 1 ഇൻറ്റു 4 4. അത് 1 ഇൻറ്റു 1 ഇൻറ്റു 1 ആണ്. 1 ഇൻറ്റു 2 ഇൻറ്റു 1 1 ഇൻറ്റു 4 ഇൻറ്റു 1 3 ഇൻറ്റു 1 ഇൻറ്റു 1 3 3 ഇൻറ്റു 2 ഇൻറ്റു 1 6 3 ഇൻറ്റു 4 ഇൻറ്റു 1 12. അടുത്ത 1 ഇൻറ്റു 1 ഇൻറ്റു 5 5 1 ഇൻറ്റു 2 ഇൻറ്റു 5 10 1 ഇൻറ്റു 4 ഇൻറ്റു 5 20 3 ഇൻറ്റു 1 ഇൻറ്റു 5 15 3 ഇൻറ്റു 2 ഇൻറ്റു 5 30 3 ഇൻറ്റു 4 ഇൻറ്റു 5 60. നോക്കുക ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് 1 2 4 3 6 12 5 10 20 15 30 60. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? ഇവിടെയും 12. നെക്സ്റ്റ് വൺ 90. 90നെ പ്രൈം നമ്പർ മാത്രം പ്രൊട്ടക്ട് ചെയ്താൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 45, അഗെയിൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 15, അഗെയിൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 5, അഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 1. ഓക്കെ, ഇവിടെ നമുക്ക് ടേബിൾ വരയ്ക്കാം. 2 തവണ 3 ഉണ്ട്. അതായത് 90 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 എന്നാണ് വന്നത്. അപ്പോൾ 2 ടൈംസ് 3 ഉണ്ട്, 1 ടൈം 2 ഉണ്ട്, 2 ടൈം 5 ഉണ്ട്. $90 no 3 1 3 2 3 no 2 1 2 no 2 1 2. കാരണം ഇവിടെ ഒരു നോ 5 1 5 വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നമ്പേഴ്സ് എഴുതാം. ഓരോ നമ്പറും നോ 3 എന്ന് പറഞ്ഞാൽ 1 1 3 3 2 3 9 നോ 2 1 1 2 2 നോ 2 1 1 2 2 നോ 5 1 1 5 5. മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 1 ഇൻറ്റു 1 1 1 ഇൻറ്റു 3 ഇൻറ്റു 1 3 1 ഇൻറ്റു 9 ഇൻറ്റു 1 9 2 ഇൻറ്റു 1 ഇൻറ്റു 1 2 2 ഇൻറ്റു 3 ഇൻറ്റു 1 6 2 ഇൻറ്റു 9 ഇൻറ്റു 1 18. അഗെയിൻ 1 ഇൻറ്റു 1 ഇൻറ്റു 5 5 1 ഇൻറ്റു 3 ഇൻറ്റു 5 15 1 ഇൻറ്റു 9 ഇൻറ്റു 5 45 2 ഇൻറ്റു 1 ഇൻറ്റു 5 10 2 ഇൻറ്റു 3 ഇൻറ്റു 5 30 2 ഇൻറ്റു 9 ഇൻറ്റു 5 60. അല്ല സോറി 90. അപ്പോൾ എന്ത് കിട്ടി? ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് 1 3 9 2 6 8 5 15 45 10 30 90. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? ഇവിടെയും 12. നെക്സ്റ്റ് വൺ 150. 150നെ പ്രൈം നമ്പറിനെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അഗെയിൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതായത് 150 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് വന്നു. ഓക്കെ, ടേബിൾ വരയ്ക്കാം. 5 2 തവണ ഉള്ളതുകൊണ്ട് 5 മുകളിൽ വരുന്ന രീതിയിലാണ് ഞാൻ ടേബിൾ വരയ്ക്കാൻ പോകുന്നത്. നമ്പർ എഴുതി 150 നോ 5 1 5 2 5s നോ 2
1 2 not 2 1 2 not 3 1 3. Okay. ഓക്കെ 115നെ പ്രൈം നമ്പറിനെ മാത്രം റോട്ടേറ്റ് ചെയ്ത് 2 × 3 × 5 × 5 വന്നു. ടേബിളിൻ്റെ ഹെഡിങ് നോ 5 1 5 2 5 നോ 2 1 2 നോ 2 1 2 നോ 3 1 3. ഓക്കെ നമ്പേഴ്സ് 1 5 25 1 2 1 2 1 3 1 × 1 × 1 1 1 × 5 × 1 5 1 × 25 × 1 25 2 × 1 × 1 2 2 × 5 × 1 10 2 × 25 × 1 50 1 × 1 × 3 3 1 × 5 × 3 15 1 × 25 × 3 75 2 × 1 × 3 6 2 × 5 × 3 30 2 × 25 × 3 150. ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് 1 5 25 2 2 10 50 3 15 75 6 30 ആൻഡ് 150. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? ഇവിടെയും 12. അപ്പോൾ നമുക്ക് ഈ ടേബിൾ ഇപ്പം നമ്മൾ ചെയ്ത എല്ലാ പ്രോബ്ലങ്ങളും തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.